ബി.ജെ.പി. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു. നിർണായക നീക്കവുമായി ബി.ജെ.പി. ഇന്ന് 2020-കൊപ്പം കൈകോർക്കുമ്പോൾ ആ സർപ്രൈസ് സ്ഥാനാർത്ഥി സാബു ജേക്കബ് ആയിരിക്കുമോ എന്നതിലേക്ക് ഉത്തരങ്ങൾ എത്തുകയാണ്. അതിന് പിന്നിൽ ചരട് വലിച്ചത് അമിത്ഷാ എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. 2020 NDAയിലേക്ക് എത്തുന്നുവെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അണിയറ നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ബി.ജെ.പി. മുന്നണിയിലേക്ക് 2020 എത്തിക്കാനുള്ള നിർണായക നീക്കം നടത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ചരിത്ര വിജയം ആഘോഷിക്കാൻ ഷാ അടുത്തിടെ കേരളത്തിലെത്തിയപ്പോൾ സാബു ജേക്കബുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബുമായി നിരന്തരം ചർച്ച നടത്തിയിരുന്നു. ഒടുവിൽ ഇന്ന് കൊച്ചിയിൽ ഇരുവരും തമ്മിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. ഇതിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം വാർത്താ സമ്മേളനത്തിനെത്തിയാണ് NDA മുന്നണിയിൽ എത്തുമെന്ന് സാബു ജേക്കബ് വ്യക്തമാക്കിയത്. നാളെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ വേദിയിൽ സാബു ജേക്കബ് ഉണ്ടാകും. മോദിയുടെ സാന്നിധ്യത്തിലാകും 2020 ഔദ്യോഗികമായി NDA മുന്നണിയുടെ ഭാഗമാകുക. കിഴക്കമ്പലം ആസ്ഥാനമായുള്ള 2020 പാർട്ടി NDAയുടെ ഭാഗമാകുന്നത് എറണാകുളത്ത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകളാണ് 2020 ഭരിക്കുന്നത്. കിഴക്കമ്പലം, പൂതൃക്ക, ഐക്യരനാട്, തിരുവാണിയൂർ പഞ്ചായത്തുകളിലാണ് 2020 ഭരണം നടത്തുന്നത്. കഴിഞ്ഞ തവണ ഭരണമുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ ഇക്കുറി നഷ്ടമായിരുന്നു. കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ ഇത്തവണ UDF പിടിച്ചെടുത്തത് 2020ക്ക് വലിയ ക്ഷീണമായിരുന്നു. 2020-നെ അപേക്ഷിച്ച് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020ക്ക് വലിയ നഷ്ടമുണ്ടായിരുന്നു. കുന്നത്തുനാട്ടിലടക്കം ചില പഞ്ചായത്തുകളിൽ UDFും LDFും 2020-ക്കെതിരെ ഒന്നിച്ച് മത്സരിച്ചിരുന്നു. ഈ നീക്കത്തെ പ്രതിരോധിക്കാനാണ് ബി.ജെ.പി. പാളയത്തിലേക്ക് പാർട്ടി എത്തുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ബി.ജെ.പി. ആകട്ടെ കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ്. കൂടാതെ പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് നിർണായകമായ തീരുമാനമാണിതെന്നും ആലോചിച്ച് കൈക്കൊണ്ടതാണെന്നും സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു. LDFും UDFും മാറി മാറി ഭരിച്ച് കേരളത്തെ കട്ടുമുടിച്ചതും നാട് നശിപ്പിച്ചതും കണ്ട് മനം മടുത്തിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നതും 2020 എന്ന പാർട്ടി രൂപീകരിച്ചതും. 14 വർഷമായി കേരളത്തിന്റെ വികസനത്തിനായി മാതൃകാപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൽ ഒറ്റയ്ക്ക് നിന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. തകർക്കാൻ സാധിക്കാത്ത പാർട്ടിയായി 2020 വളർന്നു. ഞങ്ങളെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചവർക്ക് മുന്നിൽ ഞങ്ങൾ കേരളത്തെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിനായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് NDAയുടെ വികസന കാഴ്ചപ്പാടിനൊപ്പം നിന്ന് കേരളത്തെ മാറ്റിയെടുക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുക എന്നത് സാബു ജേക്കബ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേക്ക് ചുമതല നൽകി. കേന്ദ്രമന്ത്രി ശോഭ കരന്ദലജിക്ക് സഹ ചുമതലയും നൽകിയിട്ടുണ്ട്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായി നിതിൻ നബിൻ ചുമതലയേറ്റതിന് പിന്നാലെയാണ് കേരളത്തിന്റെ ചുമതലക്കാരെ സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. നിതിൻ നബിന്റെ സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയ കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ദേശീയ നേതൃത്വം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലേറാമെങ്കിൽ കേരളത്തിലും അധികാരത്തിലേറാമെന്നതാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പ്രചരണം. തലസ്ഥാന വിജയം ആഘോഷിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. മോദി എത്തുന്നതിന് മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് ചുമതല നേതാക്കൾക്ക് നൽകിയതിലൂടെ വ്യക്തമായ സന്ദേശമാണ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്.